ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മാഫുഷി ഐലൻഡിൽ വന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സ്നോർക്കലിങ് പോയ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ നമ്മൾ പാരാസെയിലിംഗ് പോയതാണ്. മാഫുഷി നമ്മൾ ആദ്യം സ്നോർക്കലിംഗ് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഐലൻഡിൽ ഉള്ള അതിൻ്റെ തെരുവ് വീതികളിലൂടെ ഒരുപാട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ നടന്നു. ഇവിടെ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല എങ്കിലും ഇവിടെയുള്ള ഒരുപാട് റിസോർട്ടുകളുണ്ട്. റിസോർട്ടുകളും ഹോട്ടൽസ്, റൂം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഹോട്ടൽസുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് വിദേശികളാണ് ഇഷ്ടംപോലെ ഉള്ളത്. ലോക്കൽസ് ഉണ്ട്, പക്ഷേ ലോക്കൽസ് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് ഉള്ളത്. അതിൽ കൂടുതൽ ഇവിടെയുള്ള വിദേശികളാണ്. ഇപ്പോൾ മാൽദ്വീപ്സിൽ ടൂറിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ മാഫുഷിയിലെ വാട്ടർ സ്പോർട്സും ഇവിടുത്തെ മാൽദ്വീപ്സിൻ്റേതായ തനതായ സ്പോർട്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതിവിടെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന പാർക്കൊക്കെയാണ്. കാരണം വളരെ ഭംഗിയായിട്ട് അവർ പാർക്കും ഈവനിങ്ങിലൊക്കെ നല്ല ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഉച്ച സമയമായിരുന്നു. നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്കുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. പബ്ലിക് ജിമ്മുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം അവിടുത്തെ ഒരു സ്ഥലങ്ങളൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം നമ്മളങ്ങനെ പോയി. പിന്നെ അതിനിടയ്ക്ക് ഫുഡ് കഴിക്കലൊക്കെ ചെയ്തു. അവിടെ അത്യാവശ്യം ബംഗാളീസിൻ്റെ കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഡിഷസ്, സീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സമയം നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തു, കുറച്ച് തണലൊക്കെ നോക്കിയിരുന്നു, കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ കഴിച്ചു. ഒക്കെ അതിൻ്റെ ഒരു 3 മണി സമയത്താണ് നമുക്ക് പാരാസെയിലിങ്ങിന് പോകേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെയാണ് ബിക്കിനി ബീച്ച് വരുന്നത്. ഈ ഒരു ബീച്ചിൽ ബിക്കിനി മാത്രമാണ് അലോ ചെയ്യുന്നത്. ബീച്ചിലിറങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു ബീച്ചുണ്ട്, അവിടെ അത് പാടില്ല. നമ്മൾ നോർമൽ അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട്, കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്കാണ്. ബോട്ടിൽ നേരെ കടലിൻ്റെ നടുക്കേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പാരാസെയിലിംഗ് ചെയ്യുന്നത്. നമ്മൾ 5 പേരെ ഉണ്ടായിട്ടുള്ളൂ. 5 പേരും പിന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, കപ്പിളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ടീമായിട്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്. നമ്മൾ ഏകദേശം ബോട്ട് കയറി ബോട്ട് വിട്ടു. നേരെ കടലിൻ്റെ കുറച്ച് നടുക്കോട്ടേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പാരാസെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഓൾറെഡി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇവർ ബാക്കി സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്, ബോട്ടിൽ വെച്ചാണ് ഇടുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയാണിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. മറ്റു പലരും ചില മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കാഴ്ചകൾ കാണാമായിരുന്നു. അവിടെ പാരാസെയിലിംഗ് പോകുന്ന ഒരുപാട് ആൾക്കാരെ കാണാമായിരുന്നു. ആകാശത്ത് പാരച്യൂട്ടിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. അങ്ങനെ നമ്മുടെ സമയവും എത്തിക്കഴിഞ്ഞു. അവരാദ്യം പാരച്യൂട്ട് പറത്തുമായിരുന്നു. അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ കാറ്റത്ത് അതിനെ ഇളക്കി വിടുന്നതും അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഈ 2 ടീമായിട്ടാണ് പോയത്. അവസാനമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കൂടെ വരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സിംഗിളായിട്ട് പോയി.
down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. വിട്ടോളാ
കഴിഞ്ഞിറങ്ങി നമ്മളെ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഇവിടെ അത്യാവശ്യം ബീച്ചിലിറങ്ങുക, കുളിക്കുക, സ്നോർക്കലിംഗ് കിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് പോകുക എന്നുള്ളതാണ് ഇവിടെ